ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ കെ.എൻ. ബാലഗോപാൽ ധനകാര്യമന്ത്രി സത്യം പറയണം സമൂഹത്തോട്. അങ്ങ് കള്ളം പറയുന്നു എന്നുള്ള അഭിപ്രായമല്ല ഞാനീ പറയുന്നത്. 2 ലക്ഷം കോടി രൂപയുടെ ഖജനാവ് അല്ലെങ്കിൽ 2 ലക്ഷം കോടി രൂപ കൈകാര്യം ചെയ്യുന്ന ഖജനാവിൽ സതീശൻ്റെ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞ് കളിയാക്കി. ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു ആവശ്യത്തിന് പണമുണ്ട്, പണം പ്രശ്നമില്ല എന്ന്. പക്ഷേ ഡി അനുവദിക്കുന്ന കാര്യം വന്നപ്പോൾ അതിനെ നാശക്കോട്ടയാക്കി. ആദ്യം ഒരു 3%, പിന്നെ 10%, ഇപ്പോൾ അതിൻ്റെ അരിയർ എന്ന് കൊടുക്കും എന്ന്, അരിയർ പിന്നെ പ്രഖ്യാപിക്കാം എന്നാണ് ഓർഡറിൽ കിടക്കുന്നത്. ഇനിയൊരു പ്രഖ്യാപനത്തിനുള്ള സ്കോപ്പുണ്ടോ? ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ അരിയർ കൊടുക്കാനുള്ള ഉത്തരവിറക്കാനുള്ള സ്കോപ്പുണ്ടോ എന്നതും അങ്ങ് പരിശോധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടിത് ഒന്നിച്ചിറക്കുന്നില്ല? 290 ദിവസത്തെ 296 ദിവസം മറ്റുണ്ട്, 294, 286 അങ്ങനെ സംതിങ് ഉണ്ട്. അതായത് ഡി എയും ഡി ആറും കുടിശ്ശികയുണ്ട്. ഈ കുടിശ്ശിക എന്ന് കൊടുക്കും എന്ന് പറയാൻ ഒരു ബാധ്യത അങ്ങേക്കില്ലേ? അങ്ങ് കോടതിയിൽ ഒരു നോട്ട് കൊടുക്കും, പുറത്ത് വേറെ നോട്ട് പറയും. ഒരു വശത്ത് അങ്ങ് പറയും പണമില്ല എന്ന് പറയും, മറുവശത്ത് അങ്ങ് പറയും ഖജനാവ് നിറഞ്ഞു കിടക്കുകയാണെന്ന് പറയും. ശരിക്കും അങ്ങ് ഏത് ധനകാര്യമന്ത്രിയാണ്? ഏത് കാര്യം പറയുമ്പോഴുള്ള ആളാണ് ശരിക്കുള്ള ധനകാര്യമന്ത്രി? ഇനി 2002 ഒരു സമരം നടന്നു ഇവിടെ. 32 ദിവസത്തോളം, 32 മുതൽ 36 ദിവസത്തോളം സമരം നടന്നു. അതിൽ 32ാമത്തെ ദിവസം ആണെന്ന് തോന്നുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് UDFൻ്റെ ഭരണകാലം ലീവ് സറണ്ടറുമായി ബന്ധപ്പെട്ട എന്തൊരു സമരമാണ്. ആ സമരത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം മരിച്ചുപോയി, കോടിയേരി ബാലകൃഷ്ണൻ, ഈ പിണറായി വിജയൻ ഇന്നത്തെ മുഖ്യമന്ത്രി, പിന്നെ ഇന്നത്തെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ, തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ വലിയ തോതിലാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ സമരത്തിന് സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് അഭിസംബോധന ചെയ്തത്. അന്ന് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൃത്യമായ 32 ദിവസത്തെ ശമ്പളവും കൊടുക്കുമെന്ന് പറഞ്ഞു. 32 അല്ല, എത്ര ദിവസമാണ്, കുറച്ച് ദിവസം കൂടെ നടന്നു തോന്നുന്നു. ആ സമരത്തിനുള്ള പങ്കെടുത്ത എല്ലാവർക്കും ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ ശമ്പളം തിരിച്ചു കൊടുക്കും. 2002 24 വർഷം കഴിഞ്ഞു, 26 2026 ആയല്ലോ, 24 2 26 എന്ത് കൊടുത്തു? ശമ്പള പരിഷ്കരണം എന്ന് വരും? അതുപോലെ തന്നെ ലീവ് സറണ്ടർ, എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? എന്താ അത് സംഭവിക്കുക? കഴിഞ്ഞ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് ചെയ്തൊരു ചതിയാണ്. ഒരു വീട്ടമ്മയ്ക്ക് ഒന്നിലധികം പെൻഷൻ കിട്ടുമെങ്കിൽ അതിനെ കട്ട് ചെയ്ത് ഒരു പെൻഷനാക്കി. നിങ്ങൾ ഒന്നിലധികം പെൻഷൻ കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊന്ന്, ഈ ഒരാളിന് ഒന്നിലധികം പെൻഷനോ? കേൾക്കുമ്പോൾ ഭയങ്കര പൈസയാണെന്ന് തോന്നും. 1000 രൂപ, 600 രൂപ, 2000 രൂപയ്ക്ക് താഴെയാണ് ഈ പെൻഷൻ. വിധവാ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളിന് വാർദ്ധക്യകാലമായാൽ വാർദ്ധക്യകാല പെൻഷനും കിട്ടുമായിരുന്നു. അവർ അംഗനവാടി ടീച്ചറോ അംഗനവാടി വർക്കറോ ഹെൽപ്പറോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ പൈസയും കിട്ടും. അങ്ങനെ എവിടെയെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ല. അതായത് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർ കൊടുക്കത്തില്ല, സമ്മതിച്ചു. ബാക്കിയുള്ള പെൻഷനുകൾ ഏതെങ്കിലും ഒരു ചെറിയ പെൻഷൻ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത പെൻഷനും കൂടി കിട്ടിയിരുന്നു. അതിനെ നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്തു. ആശാ വർക്കേഴ്സിൻ്റെ കാര്യം പൈസ കൊടുക്കുന്നില്ല, അംഗനവാടിക്കാരുടെ പൈസ കൊടുക്കുന്നില്ല. അങ്ങനെ കഴിഞ്ഞ 10 വർഷത്തെ ധനകാര്യ വിഭാഗം എടുത്താൽ അമ്പേ പരാജയമാണെന്നുമല്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശക്തമായി എതിരാണ്, സ്കീം തൊഴിലാളികൾക്കും എതിരാണ്. എന്നാൽ ആ 5 വർഷം തോമസ് ഐസക് കുറേ കൂടിയൊക്കെ ഉരുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വാസത്തിലെടുത്തൊക്കെ കൊണ്ടുപോയിരുന്നു. താങ്കളുടെ ഭാഗത്തെത്തുമ്പോൾ താങ്കൾ വളരെ കൃത്യമായി കള്ളം പറയുന്നു, അല്ലെങ്കിൽ ഫാക്ട്സ് ഹൈഡ് ചെയ്യുന്നു, മറച്ചു വയ്ക്കുന്നു. ഇതിലേതാണ് ശരിയെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങ് പറയുന്നതിനകത്തൊരു ഇല്ലോജിക് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും. ഒരു വശത്ത് അങ്ങ് പറയുന്നു 2 ലക്ഷം കോടി രൂപ ഉണ്ട് ഖജനാവിൽ, ഉണ്ടെന്നല്ല, അത് അത്രയും കൈകാര്യം ചെയ്യുന്നൊരു ഖജനാവാണ്. ട്രഷറി ഈസ് എ വെരി ബിഗ് വൺ, ശരിയാണ്. അപ്പോൾ ട്രഷറിയിൽ പൈസ ഉണ്ട്, എന്നാൽ ഡി എ കൊടുക്കാൻ അമാന്തിക്കുന്നു. അരിയർ എവിടെയെന്ന് പറയുന്നില്ല, ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചുള്ള ധാരണകൾ പറയുന്നില്ല. പങ്കാളിത്ത പെൻഷൻ മാറ്റുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊടുക്കുന്നുണ്ടോ? അത് എവിടെ നിന്നാണ് ഈ അഷ്വേർഡ് പെൻഷനിലേക്ക് പോയത്? അത് ആരുടെ ബുദ്ധിയാണ്? വളരെ ഗൗരവമായി ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞത്, സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ NGO യൂണിയൻകാരും KGOക്കാരും വലിയ ഫ്ലെക്സ് അടിക്കുകയും പ്രകടനം നടത്തുകയും
വലിയ ബോർഡ് പോസ്റ്ററൊക്കെ അടിച്ച് ഫേസ്ബുക്കിലൊക്കെ തള്ളി മറിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വതന്ത്രമായി ഇരുന്ന് ഒന്ന് ആലോചിക്കണം, പരിശോധിക്കണം. ഈ ഗവൺമെൻറ്റും പ്രത്യേകിച്ച് ബാലഗോപാലും എത്ര രൂപയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് യഥാസമയം തരാതിരുന്നത്. DA എന്നാൽ അതാത് പ്രഖ്യാപിക്കുന്ന 1-2 മാസത്തിനകത്ത് തരേണ്ടതാണ്. എത്ര മാസത്തതാണ് DA അരിയർ. ഇനി പണ്ടൊരു കഥയുണ്ട്, PFൽ ലയിപ്പിച്ച ഒരു കഥയുണ്ട്. PFൽ ലയിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് ഉത്തരവിന് ശേഷം PF നോക്കാൻ പോയപ്പോൾ, PFൽ ചെന്ന് ലോൺ എടുക്കാൻ ആളുകൾ ചെന്നപ്പോൾ അവിടെ അങ്ങനെ ഒരു പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെയും പറ്റിച്ചു. അപ്പോൾ ഇതെല്ലാം നടന്നിരിക്കുകയാണ് ഈ സംസ്ഥാനത്ത്. അപ്പോൾ നടന്ന കാര്യങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ബാലഗോപാൽ കുറേ കൂടി സത്യസന്ധമായി, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെയും സ്കീം തൊഴിലാളികളുടെയൊക്കെ കാര്യത്തിൽ, അത് ഞാൻ പറഞ്ഞ ആശാ വർക്കേഴ്സ്, അംഗൻവാടികൾ, ആയമാർ, പാചക തൊഴിലാളികൾ, ഇങ്ങനെ സ്കീം വർക്കേഴ്സ് ഉണ്ട്, പിന്നെ തൊഴിലുറപ്പുകാർ, അതുപോലെ തന്നെ ഹരിതകർമ്മസേന, ഇങ്ങനെ കുറേ സ്കീം തൊഴിലാളികളുണ്ട്. ഈ സ്കീം തൊഴിലാളികളുടെ കാര്യത്തിൽ തൊഴിലാളികളുടെ കാര്യത്തിലും സർക്കാർ സർവീസിലുള്ളവരുടെ കാര്യത്തിലും പെൻഷൻകാരുടെ കാര്യത്തിലും കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സത്യം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ താങ്കൾ പറയുമ്പോൾ ഒരു ധവളപത്രം, ഒരു വൈറ്റ് പേപ്പർ തന്നെ താങ്കളൊന്ന് പുറത്തു കൊണ്ടുവന്നാൽ നന്നായിരിക്കും. എന്താണ് ഈ ഗവൺമെൻറ് കാലാകാലങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ടത്, എന്തുകൊണ്ട് കൊടുത്തില്ല, എന്നിട്ട് ഒരു വശത്ത് പണമുണ്ടെന്ന് പറയുന്നു, മറുവശത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിലൊരു പൊരുത്തക്കേടുണ്ട്. ആ പൊരുത്തക്കേട് ഇവിടുത്തെ സർവീസ് സംഘടനകൾ സമരം ചെയ്യാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ബലമുള്ള സർവീസ് സംഘടനകൾ, ശക്തിയുള്ളവർ ഭരണകക്ഷത്തായതുകൊണ്ടോ താങ്കളുടെ ഈ പ്രകടനത്തിന് മാർക്കിടാൻ കഴിയില്ല. താങ്കൾ പല കാര്യങ്ങളും കള്ളം പറയാറുണ്ട് വന്ന് ചാനലുകളിൽ. അത് കോടതിയിൽ കോടതിയിൽ അഫിഡവിറ്റ് എഴുതി കൊടുത്തതിന് ശേഷം പുറത്ത് വന്ന് താങ്കൾ പറഞ്ഞു, അങ്ങനെ അതല്ല, അത് കോടതിയല്ലേ, ഞങ്ങളിങ്ങനെ പറയും, അങ്ങനെ. അതല്ല, ഇതിനകത്ത് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കൃത്യമായ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടോ, കൃത്യമായൊരു ട്രാൻസ്പെറൻസി ഉണ്ടോ, വളരെ കൃത്യമായൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടോ, ഇത് സമയബന്ധിതമായി ടൈമിലി കൊടുക്കാനുള്ള പദ്ധതിയുണ്ടോ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഉദ്യോഗസ്ഥർക്കൊരു ക്ലാരിറ്റി വേണ്ടത്. ആ ക്ലാരിറ്റി ഇല്ലാതെ വന്നാൽ വലിയ വിഷമമുണ്ടാകും. അതുകൊണ്ട് തന്നെ DA അരിയറിനെ സംബന്ധിച്ചും വലിയൊരു അനിശ്ചിതത്വം ഇപ്പോൾ നിൽപ്പുണ്ട്. അരിയർ എവിടെ, അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ച് നിൽപ്പുണ്ട്. ഇത് ഇനി ഫാഗ് എൻഡിലേക്കാണ് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 2 മാസം പോലും ഇല്ല ഗവൺമെൻറ്റിന് ഈ തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ വരുന്ന മാസങ്ങളിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്, അത് തീർച്ചയായിട്ടും ഈ ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ചിടത്തോളം 3 മാസത്തെ സമയം ആവശ്യമുണ്ടെന്ന് പറയുന്നു. ഇതുവരെ ജനുവരി 29 അസംബ്ലിയിൽ പ്രഖ്യാപിച്ചതിന് ശേഷം 6-ലധികം, ഇപ്പോൾ 7ാമത്തെ ക്യാബിനറ്റ് വരുന്നു, എന്നിട്ടും ഇതിനെ സംബന്ധിച്ചൊരു ധാരണയോ ഒരു പ്രഖ്യാപനമോ ഇല്ല. ഇത് അവസാനം ഒരു പടക്കപ്രഖ്യാപനമായി മാറ്റി ജനങ്ങൾ അടുത്ത ഗവൺമെൻറ്റിലേക്ക് ഈ കാര്യങ്ങളെ വലിച്ചുകൊണ്ട് പോകുമോ എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥരെ വീണ്ടും താങ്കൾ ഒന്നുകൂടി പറ്റിക്കുകയാണ്.